ബില്ല് വരണം. ബില്ല് അവിടെ നിന്ന് അവർ എഴുതി കൊണ്ടുവരും. അതിനുവേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. അവിടെ കൊയിലാണ്ടി കഴിഞ്ഞിട്ട് ബാറില്ലേ, അതിൻ്റെ മുന്നിലൊരു പാർക്കിങ്. ഇവിടെ നല്ല വണ്ടി നിർത്താനുള്ള ഗ്യാപ്പ് അവിടെ ഞാൻ നിർത്തിയതാണ്. പൊറിഞ്ചൂടെ എൻ്റെ വീട്ടിലോട്ട് പെങ്ങന്മാരുടെ പിള്ളേരോടൊക്കെ ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുക. പെങ്ങന്മാരും മക്കളും ഒക്കെയാണ് അവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ഈ രാത്രി മൊത്തം ഇനി വണ്ടി ഓടിക്കാനുള്ളതാണ്. പക്ഷേ സന്ധ്യയായി എനിക്ക് കോട്ടുക വരും. അതുകൊണ്ട് പിന്നെ അവനെ ഓടിക്കുന്നു. ഇന്നലെ വൈകുന്നേരം തുടങ്ങിയ ലോഡ് കയറ്റലാണ്. ഇപ്പോൾ ഈ സമയം വരെ അവസാനം കെട്ടിയൊക്കെ മുറുക്കി നല്ല നീലപ്പായൊക്കെ ഇട്ട് കണ്ടോ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നാളെ ഇറക്കണം. നാളെ ഇറക്കി കഴിഞ്ഞാൽ മൈസൂർക്ക് ചിലപ്പോൾ പറ്റി അവിടെ നിന്ന് കാലി അങ്ങ് പോകണം. നോക്കട്ടെ എങ്ങനെയാണ് അവിടെ നിന്ന് ലോഡാകുമെന്ന് നോക്കട്ടെ. നാളെ തന്നെ എങ്ങാനും ഇല്ലെന്നുണ്ടെങ്കിൽ മൈസൂർക്ക് നേരെ കാലി പോയിട്ട് അവിടെ നിന്ന് നെല്ലെടുത്ത് എറണാകുളം വരാമെന്ന് വിചാരിക്കുന്നു. കാരണം ഇപ്പോൾ നെല്ലിൻ്റെ സീസണാണിപ്പോൾ. അവിടെ നിന്ന് വിളിക്കുന്നുണ്ട്. നമ്മുടെ ഒരു വണ്ടി നെല്ല് കയറ്റാൻ പോയിട്ടുണ്ട്. അപ്പോൾ ചിലപ്പോൾ ഇനി അങ്ങോട്ട് പോകണം. സീസൺ അനുസരിച്ച് ഇങ്ങനെ ഓടുന്നതല്ലേ നല്ലത്. ഒരു കാറ് നമ്മുടെ മുന്നിൽ നിൽക്കൊണ്ട് ഈ ഒരു സാധനം എടുക്കണം, ഭയങ്കര ഒരു ആഗ്രഹമാണ്. നിലവിളി ശബ്ദം പോകുന്നു. ഈ ചേട്ടന് നമുക്ക് ബില്ല് കൊണ്ട് തന്നെ ആൾ പച്ചക്കറിയൊക്കെ വാങ്ങി വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ട്. അത് ബില്ലൊക്കെ കൊണ്ടു തന്നു. ഇനി നമുക്ക് ഇവിടെ നമ്പർ, മൊബൈൽ നമ്പറൊക്കെ ഞാൻ തൊണ്ടറാം. കൊയിലാണ്ടി കോക്കനട്ട്. ഓക്കെ, കോണ്ടാക്ട് നമ്പർ ഉണ്ട്. നമുക്കൊന്ന് വിളിച്ചു നോക്കാം. രാവിലെ എന്തായാലും പോവാം അല്ലേ? ഉണ്ട്, കിലോമീറ്ററൊക്കെ ഉണ്ട്. അവരെ എവിടെ ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ട്രാൻസ്പോർട്ടർ ഉണ്ട് നമ്മുടെ മറ്റേ മുക്കത്ത് ഉണ്ണിച്ചേട്ടൻ, മൂപ്പര് സംസാരിക്കുന്നുണ്ട്. ശരി ശരി. ആള് റോങ് സൈഡ് കയറിപ്പോയി. എന്നാൽ പോകാം നമുക്ക്. അപ്പോൾ ശരി, ഞങ്ങൾ ഇറങ്ങുവാണ്. ഓക്കെ. അപ്പോൾ നമ്മൾ ലോഡും കയറ്റി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടില്ല. കോഴിക്കോട് എത്താനായി. ഇത് മറ്റേ കുറച്ച് ബൈപ്പാസ് റോഡിലും കൊണ്ട് കുറച്ച് നേരം നിർത്തിയിട്ടിട്ട് ഈ തിരക്ക് ഒഴിഞ്ഞിട്ട് പിന്നെ നേരെ എടുത്ത് നമുക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. ഇനിയിപ്പോൾ നാളെ രാവിലെ ഇനി കാങ്കയത്ത് നമുക്ക് ലോഡ് ഇറക്കണം. ഇതിൻ്റെ ലോഡ് ഇറക്കുന്ന വീഡിയോ ഒക്കെ എന്തായാലും എടുക്കണമെന്നുണ്ട്, എടുത്ത് അയക്കാം, മറ്റേ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ എല്ലാവരും കാണുക എങ്ങനെയാണ് നമ്മളിവിടുന്ന് തേങ്ങ അവിടെ കൊണ്ടുപോയി കൊടുക്കുന്നത്. അതെല്ലാം ഈ കൊപ്രായ്ക്ക് വേണ്ടിയിട്ട്, കൊപ്ര ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നതാണ്. കുറേ അറിയാത്ത ആൾക്കാരും ഉണ്ടാവും. വണ്ടിയായിട്ട് ബന്ധപ്പെട്ട എല്ലാവർക്കും അറിയാം കൊപ്രയ്ക്ക് പോകുന്നുള്ളതും അതെങ്ങനെയാണ് എന്താ ചെയ്തെന്നൊക്കെ. കാരണം ആവറേജ് വണ്ടിയുടെ എല്ലാ വണ്ടിക്കാരും കൊപ്രയൊക്കെ കയറ്റിയിട്ടുണ്ടാവും. അതുകൊണ്ട് പിന്നെ അവർക്കൊക്കെ അറിയാം. അറിയാത്തവർക്ക് നാളെ അത് കാണാം. നാളത്തെ വീഡിയോ ഉണ്ടാവും. ഏകദേശം സന്ധ്യയൊക്കെ ആയി. അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കാണാം. ഇനി അടുത്ത ഇതിലോട്ട് ഈ വീഡിയോ നമ്മൾ പോസ്റ്റ് ചെയ്യണമെന്നുണ്ട് ഇന്ന് തന്നെ. ഇന്നത് പോസ്റ്റ് ചെയ്തിട്ട് ഇനി അടുത്ത വീഡിയോ വേറെ ഉണ്ടാവും നാളെ. അതിനകത്ത് ലോഡ് ഇറക്കുന്നതും ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോകുന്ന അങ്ങനെയുള്ള ആ ഡീറ്റെയിലൊക്കെ അതിനകത്ത് എടുക്കും. ഒരു റൈഡർ പോകാൻ നോക്കണം. തലയിൽ മറ്റേ കോപ്രയാണ്. ബസ്സുകളൊക്കെ ഓടുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ അടുത്ത 3ാം ഘട്ടം കൊറോണ വരുന്നവരെ ആർക്കൂടെ ബസ്സുകാരൊക്കെ അവസ്ഥ വളരെ മോശമാണ്.
നമ്മളാ ഗോവയിൽ നിന്ന് പരിചയപ്പെട്ട ചേട്ടൻ അതല്ല എല്ലാവരും ബസ് ടൂറിസ്റ്റ് ബസ്സുള്ള ആളാണ്. അത് വെച്ചിട്ട് പാവം വിറ്റിട്ടൊന്നുമില്ല. ആ വണ്ടി എടുത്തിപ്പോൾ ഒരു 14 എടുത്തിട്ടുണ്ട്. അയാൾക്കാണ് നമ്മൾ പെട്രോൾ പമ്പിൽ നമ്മൾ ഡീസൽ അടിക്കാൻ വേണ്ടി നിർത്തി. കൊയിലാണ്ടി കഴിഞ്ഞിട്ട് കോഴിക്കോട് എത്തുമ്പോഴേക്ക് ഇപ്പോൾ ഒരു പുതിയ പമ്പ് തുടങ്ങിയിട്ടുണ്ട്. ഭയങ്കര സെറ്റപ്പാണ്. പത്തേ നൂറല്ലേടാ? ആ ഇവിടെ വണ്ടി കഴുക്കാണ്. ലോഡൊക്കെ കയറ്റി ഇനി തമിഴ്നാട്ടിലോട്ട് പോവുക. വണ്ടി കഴുക്കും എല്ലാ പരിപാടികളെല്ലാം കഴിഞ്ഞു. ഇനി നേരെ ഞങ്ങൾ ഇറങ്ങുക. ഇപ്പോൾ സമയം 8:30 എന്തായാലും നേരെ ഇറങ്ങട്ടെ. പോലെടാ, ആരാ വണ്ടി എടുക്കണേ? ഞാൻ എടുക്കാമായിരുന്നല്ലേ. കുറഞ്ഞതിനെ കുറച്ചായിട്ട് കൊടുക്കാം. അപ്പോൾ ഇനി റണ്ണിങ്ങിൽ കാണാൻ കുറച്ച് വീഡിയോകൾ, ബാക്കി ഇതെല്ലാം നാളെ അപ്ലോഡ് ചെയ്യും. സംഭവം വണ്ടി നല്ല തിളക്കാവും. അതിനെന്താ മാക്സ് അങ്ങനെന്താ പേര്? പോളീഷാണോ? അത് പോളീഷാണ്. ഗ്ലാസ്മേ നമ്മൾ ഈ വാഴൻ്റെ ഇലയിൽ വെള്ളം വരും, ചേമ്പിൻ്റെ ഇലയിൽ, അതേപോലെയാണ്. കാറിൻ്റെ ഇതിലൊക്കെ ഉണ്ടാവും. കഴുകി കഴിഞ്ഞിട്ട് അതിങ്ങനെ കേരളവലി പോലെ ഇങ്ങനത്തെ തൊട്ട് കൊടുക്കുക. എന്നിട്ട് അത് പരത്തുക. എന്നിട്ട് ഇതേപോലത്തെ കോട്ടൻ തുണി കൊണ്ട് തുടച്ച് കളയുക. നല്ല തിളക്കാം.
അപ്പോൾ പുറഞ്ചി പറഞ്ഞ സാധനം ആർക്കെങ്കിലും കിട്ടുവാണെങ്കിൽ വാങ്ങിക്കുക. കാറൊക്കെ നല്ലോണം തിളങ്ങുന്നതാണ് പറയണത്. അവിടെ നമുക്ക് വാങ്ങലടാ, ഒന്ന് വാങ്ങി നോക്കാം. എന്നിട്ട് നമുക്ക് തേക്കുന്ന വീഡിയോ ഇടാം, തിളങ്ങുണ്ട് നോക്കാമല്ലോ. ഇനി ഒന്ന് മലപ്പുറം കയറുമ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാം കേട്ടോ. നമുക്കൊരു ഫുള്ള് ബ്രോസ്റ്റ് വാങ്ങിയിട്ട് ഒരു അൺബോക്സിങ് ഒരു ചലഞ്ച് നോക്കണം. വണ്ടി കണ്ടിട്ടേ നോട്ടണ്ടേ. നമ്മുടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബൈപ്പാസ് ജംഗ്ഷനാണ്. തൊണ്ടയാട് ഇല്ല, തൊണ്ടയാടല്ലേ ഇത്, അതൊന്നും അവിടുത്തെ ഫ്ലൈ ഓവറാണ് സംഭവം. നോക്കാം രാത്രിയിലെ നമ്മുടെ നാടൊക്കെ മാറുന്നത്. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളിപ്പോൾ എറണാകുളം പോകുമ്പോൾ ഇങ്ങനത്തെ ഈ ഇതൊക്കെ ആ പാലാരിവട്ടം ഫ്ലൈ ഓവറൊക്കെ ഇത് എന്തോ ഇടുവാന്നറിയാം സംഭവം. ഇനി കുറേ കൊല്ലം കഴിയുമ്പോഴേക്കൊക്കെ എല്ലാം ആകാശക്കൂടെയൊക്കെ ആയിരിക്കും നമ്മുടെ വഴികളൊക്കെ മൊത്തം. ഇനി അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മളിങ്ങനെ നമുക്കൊന്നും ഇനി ടൗണുകളിൽ കൂടെ പോകാനേ കഴിയില്ല. മറ്റേ ഇത്രയും കാലം എല്ലാ ടൗണുകളിൽ കൂടെയും കയറിയായിരുന്നു. ആ നമ്മുടെ അജ്മിയുടെ വണ്ടി അജ്മി കോഴിക്കോട് നിന്ന് നമ്മുടെ അജ്മി പുട്ടുപൊടി. ഞങ്ങളിവിടെ ചെർപ്പളശ്ശേരി എത്താനായി. തൂത അപ്പോൾ നല്ല വിശപ്പ്, ഒറ്റ ഹോട്ടൽ കിട്ടിയിട്ടില്ല. അപ്പോൾ ഫുഡ് കഴിച്ചേക്കാന്ന് വിചാരിച്ചു. അപ്പോൾ ലേശം കഞ്ഞി ഇടാൻ വേണ്ടിയുള്ള പരിപാടിയാണ്. പൊറിഞ്ചു സാധനമൊക്കെ എടുക്കാൻ നിൽക്കുന്നത്. കുറച്ച് കഞ്ഞിയിട്ട് കുക്കറിലിട്ട് പെട്ടെന്ന് 2 വിസിലടിപ്പിച്ചിട്ട് കഞ്ഞി കുടിച്ചിട്ട് പോകാം. ഒരു അച്ചാറൊക്കെ ഇരിപ്പുണ്ട്. തൽക്കാലം ഇന്നിപ്പോൾ അങ്ങനെ ചെയ്യും. എടാ എടുക്കടാ സ്റ്റവൊക്കെ. ആ വെച്ചോ, ആ കുഴപ്പമില്ല, ഇവിടെ അല്ലേ. പാതിരാത്രി 12 മണിയായപ്പോൾ കഞ്ഞി ഇളപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. വിശന്നിട്ട് കട കിട്ടിയില്ല. ഇവിടെ തീ വേണേൽ കുറച്ച് വെച്ചോ, അല്ലെങ്കിൽ ഇങ്ങനെ തിളച്ച് മറിയും പിന്നെ ആകെ. തിളച്ച് കഴിഞ്ഞിട്ട് കുറച്ചാലും മതി. ഇതിവിടെ തൂത പാലത്തിൻ്റെ അടുത്താണ് നിൽക്കണേ. മുന്നിൽ കാണുന്നതാണ് ഇവിടെ തൂതപ്പാലമാണ്. ഇവിടെ ചെർപ്പശ്ശേരിക്ക് മുന്നേ ഉള്ള. ഒന്നിനൊരു മൂടില്ലാത്ത ദിവസമായിരുന്നു ഇന്നിപ്പോൾ. അതുകൊണ്ട് തൽക്കാലം കൊണ്ടാട്ടം, നമ്മുടെ പാവയ്ക്ക കൊണ്ടാട്ടമുണ്ട്, അത് വറക്കാം. പിന്നെ പപ്പടം, പിന്നെ അച്ചാറുമാണ് ഇന്നത്തെ രാത്രി ഫുഡ്. ഏകദേശം ചോറായിട്ടുണ്ട്. ചോറായില്ലടാ, വെന്തോ? അത് മതി, അതൊക്കെ മതി. തീ ഓഫാക്കണ്ട കേട്ടോ. കഞ്ഞി കുടിച്ചിട്ട് കുറേ ആയെങ്കിൽ ഇന്ന് കുടിച്ചൂടെ കഞ്ഞി? എനിക്ക് നല്ലോണം വിളമ്പിക്കും. നീ നിൻ്റെ കുറച്ച് വിളമ്പിലാക്കാൻ നിൽക്കണ്ട, വിളമ്പിക്കും.
അത് മതി. 4, 2, 6 പപ്പടം പോലെടാ. 3 വീതം. നല്ലോണം ചൂടായിട്ടോ. പപ്പടം ഈ പറഞ്ഞ എക്സ്ട്രാ എനിക്ക്. നീ കഴിക്കോടാ, പാവയ്ക്ക കൊണ്ടോടെ കഴിക്കോടാ. എന്താ പാവയ്ക്ക എനിക്ക് ഈ സാധനമൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നിങ്ങൾക്കിത് മുളക് കൊണ്ടൊക്കെ ഇഷ്ടമാണോ? നമുക്ക് നാളെ തമിഴ്നാട്ടിൽ നിന്ന് ഇച്ചിരി ഒരു 2 കിലോ പച്ചമുളക് വാങ്ങിയിട്ടേ അവിടെ ബക്കറ്റിനകത്ത് തൈരിട്ട് വെച്ചിട്ട് ഉണ്ടാക്കി നമുക്ക് ഉണ്ടാക്കിയല്ലേ. വണ്ടി മുകളിട്ട് നമുക്ക് ഉണക്കാം. അല്ലേ? വാങ്ങുന്നതിനൊക്കെ ഭയങ്കര ഉപ്പാണ്. അപ്പം ഇന്നത്തെ നമ്മുടെ തൽക്കാലം കറികൾ സെറ്റപ്പുകളൊക്കെ ഇന്ന് രാത്രിക്കത്തെ സമയം ഇപ്പോൾ 12:15 ഈ സമയത്താണ്. ഭക്ഷണം കിട്ടാത്തതുകൊണ്ട് തട്ടിക്കൂട്ട് ഫുഡും കാര്യങ്ങളാണ് ഇന്നത്തെ. ഇനി അച്ചാർ ഇരിപ്പുണ്ട്. അച്ചാർ എടുത്തുകൊണ്ട് പോരെ. പട്ടിക്ക് മുഴുവൻ തേങ്ങ കിട്ടിയ അവസ്ഥയാണ്. എല്ലാത്തിനും ഭയങ്കര ചൂട്, തിന്നാനും വയ്യ. പൊറിഞ്ചി അവിടെ പോയി ഒരു സീറ്റൊക്കെ പിടിച്ചു. ഇത് നിന്റെ കണ്ണ് തിളങ്ങുന്നടാ. ഞങ്ങൾ പാലക്കാടെത്തി. സമയം 3 മണി കഴിഞ്ഞു. ഇനി ഞങ്ങളിവിടെ നേരെ നടുപ്പുണി ചെക്ക് പോസ്റ്റ് വഴിക്ക് കയറിയിട്ട് അങ്ങനെ പല്ലടം കയറി കാങ്കയം പോകാനിരുന്നതാണ്. പക്ഷെ അവിടെ കിലോമീറ്ററും കുറച്ച് ലാഭം, ഒരു 8-9 കിലോമീറ്ററും ലാഭമാണ്. ഒരു 10-15 ലിറ്റർ ഡീസലും ലാഭം കിട്ടുന്നത്. നമ്മുടെ ഒരു മറ്റേ VP സ്ഥലത്ത് മമ്മാലിക്കെ വിളിച്ച് പറഞ്ഞാൽ നീ അതിലെ പോകേണ്ട ഇതിലേ പോടാന്നൊക്കെ കുറേ പറഞ്ഞു. ഞാൻ അതുവഴി പോകാനിരുന്ന് ഞാൻ വീണ്ടും റൂട്ട് മാറ്റി നേരെ വാളയാർ വഴിക്ക് അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. നമ്മുടെ കൂട്ടുപാത എത്തി. ഇനിയിപ്പോൾ നേരെ ഹൈവേ കയറിയിട്ട് എല്ലാൻ്റെ നിന്ന് കട്ട് ചെയ്തിട്ട് എല്ലാൻ്റെ മറ്റേ വാളയാർ ചെക്ക് പോസ്റ്റ് അവിടെയൊക്കെ കഴിഞ്ഞിട്ട് എല്ലാൻ്റെ റോഡിൽ നിന്ന് നേരെ പല്ലട റോഡ് കട്ട് ചെയ്ത് നേരെ ഹൈവേ കൂടെ പോകാമെന്ന് വിചാരിക്കണം. അപ്പോൾ പാലക്കാട് നമുക്ക് ഇവിടെ കൂട്ടുപാതയിലൊരു ചായക്കടയുണ്ട്. അപ്പം ചായ കുടിച്ചേക്കാം. അവിടെ നിന്ന് ചായ കുടിച്ച് പോവുകയാണെങ്കിൽ പുറഞ്ഞിന് ഉറക്കം വരാണ്ട് ഇങ്ങനെ പോവാം. നമ്മുടെ ചായക്കട ആശാന്മാർ വന്നിട്ടുണ്ട് ഇവിടെ. ബിസ്ക്കറ്റ് കൊടുക്കടാ. അവന് വേണ്ടേ? ഇതോ അഹങ്കാരം. ഇതാ തിന്നടാ. നമ്മൾ കൊടുക്കുന്നുണ്ടപ്പോൾ അവരും കൊണ്ട് ബിസ്ക്കറ്റ് കൊടുക്കുക കേട്ടോ. ഇവിടെ മൊത്തം യൂട്യൂബുകാരാണോ? എല്ലാവരും മൊബൈലിൽ പിടിക്കുന്നത്. ഇതിവിടെ നൂറുന്നുണ്ട്. ഇവിടെ വേറെ ഒരു തേങ്ങാ വണ്ടി കൊണ്ട് നിർത്തിയിട്ടുണ്ട് മുന്നിൽ. കണ്ണൂരുകാരാന്ന് തോന്നുന്നുണ്ട്. നമുക്ക് നല്ല ഹൈറ്റ് ഉണ്ട്. നമുക്ക് കാരണം 24 ടണ്ണുണ്ട് സാധനം. അതുകൊണ്ടാണ് ഇത്ര ഹൈറ്റ്. ഇല്ലെങ്കിൽ ഇത്ര ഹൈറ്റ് വരത്തില്ല.
അയ്യോ എന്തുവാണ് ഈ പോകുന്നേ? അവര് മുട്ട വണ്ടിയാണ് അല്ലേ? കാര്യം രാത്രി പച്ചക്കറി വണ്ടി ഉമ്മാര് കിടന്ന് അലക്ക് കണ്ടിട്ടുണ്ടോ? ഓ ഞാൻ കഴിച്ച എവിടെയാ? മറ്റേ എറണാകുളം പോയപ്പോൾ കണ്ട അവിടെ നിന്നിട്ട് ഞാനിങ്ങനെ റോഡ് സൈഡിൽ നിന്നിട്ട് ഇങ്ങനെ ചായ കുടിച്ചോണ്ടിരിക്കുകയാണേ. ചായ ഇങ്ങനെ ഒരു മിടുക്ക് കുടിച്ച് നോക്കുമ്പോഴേക്ക് ഒരു പച്ചക്കറി വണ്ടി ഒറ്റ കാറ്റ് മാത്രമേ കണ്ടുള്ളൂ. ലൈലൻ്റെടാ 6 വീല് പച്ച TN 41 പൊള്ളാച്ചി രജിസ്ട്രേഷൻ വണ്ടിയാ. അത് നേരെ പോയപ്പോൾ ഞാൻ ബാക്കിൽ എനിക്ക് നമ്പർ പ്ലേറ്റ് മാത്രമേ ആകെ ഞാൻ കണ്ടുള്ളൂ, വേറെ ഒന്നും കണ്ടില്ല. അത് കൂട്ട് പോക്കാവും മറ്റേ പച്ചക്കറി വണ്ടിക്കാർ മറ്റേ കയറി അലക്ക റോഡിൽ കൂടെ രാത്രി ആയി കഴിഞ്ഞാൽ. മീൻ വണ്ടിയൊന്നും അത്ര അലക്കില്ല. അവർ നോൺ സ്റ്റോപ്പായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. പക്ഷെ പച്ചക്കറി വണ്ടി അലക്ക് ലൈലാൻഡ് 6 വീല് വണ്ടികൾ കുറച്ച് മേട്ടുപ്പാളയത്തു നിന്നൊക്കെ ഇറങ്ങി വരാണ്ട് രാത്രിയാകുമ്പോൾ. മേട്ടുപ്പാളയത്തു നിന്നും ഇവിടുന്നൊക്കെ ഈ ഊട്ടി സൈഡിൽ നിന്നൊക്കെ വരും. ഇവിടെ പാലക്കാടാണത്, കഞ്ചിക്കോട് ആ ഭാഗങ്ങളാണ്. ലൈറ്റെല്ലാം ഭയങ്കര എല്ലാം മറ്റേ കുറ്റിയക്കോടെ ലൈറ്റുണ്ട്, ഒരെണ്ണം പോലും യൂസ് ആയിട്ടില്ല. ഭയങ്കര ശ്രദ്ധയാന്ന് തോന്നുന്നുണ്ട് എല്ലാവരും. ഇതുവഴി വാളയാർ ടോളും മെല്ലാനി ടോളൊക്കെ ഉള്ളതുകൊണ്ട് അങ്ങനെ പോക്ക് കുറവാണ്. ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ നടുപ്പുണി കൂടെ കയറി അതാകുമ്പോൾ ആറ്റോയ്ക്കൊന്നും കൊടുക്കുകയും വേണ്ട, പോലീസിന് 50 രൂപയും കൊടുക്കുക, പരിപാടി ചെയ്യും. ഇതുവഴി പോകുമ്പോൾ ചിലപ്പോൾ വാഴയാറ്റ് അങ്ങേരി ചിലപ്പോൾ 100 രൂപ ചോദിക്കും. അതുപോലെ തന്നെ തമിഴ്നാടാറ്റയ്ക്ക് 200 രൂപ കൊടുക്കണം. ടോള് 350 രൂപയുടെ ഒരു ടോൾ ഇവിടെ വാളയാറുണ്ട്. അത് കഴിഞ്ഞാൽ 200 രൂപ ടോള് മറ്റേതും ആവും. പിന്നെ നോക്കുമ്പോൾ നല്ല റോഡാണിത്. കിലോമീറ്ററും ഒരു 8-9 കിലോമീറ്റർ വ്യത്യാസമുണ്ട് നമ്മൾ അതിനെക്കാട്ടും പോകുന്നതിനെക്കാട്ടും. അപ്പോൾ നമ്മുടെ വാളയാർ ടോളാണ് ഇനി ആ കാണുന്നത്. അപ്പോൾ വാളയാർ എത്തി. ഇനി വാളയാർ ടോള് കഴിഞ്ഞാൽ നമുക്കവിടെ കേരള RTO ഉണ്ട്. ഇനി അവിടെ നിന്ന് നിർത്തണം. അപ്പോൾ എൻ്റെ ഒരു സുഹൃത്തുണ്ട് നമ്മുടെ VP സെൻസ് മമ്മാലിക്ക, മൂപ്പര് ഇവിടെ ഒലോക്കോടെ എത്താറായി എന്ന് പറഞ്ഞു. ഞാനിവിടെ നിൽക്കുന്നു പറഞ്ഞു. കുറേ കാലമായി, ഞങ്ങൾ വർഷമായി കണ്ടിട്ട്. വാളയാർ RTO ചെക്ക് പോസ്റ്റ് കുറച്ച് പോയിട്ടുണ്ട്.
വണ്ടി വരുന്നുണ്ട്, പ്രശ്നമൊന്നുമില്ലാന്ന് തോന്നുന്നുണ്ട്. എന്താടാ ഇത്? ഒന്നും വേണ്ടല്ലോ, പൈസ കൊടുത്തപ്പോൾ ഇതാണ്. പോകുന്ന ആളാണ് അവിടെ മമ്മാലിക്ക വിഫിഷൻസ്. മൂപ്പരെ കാത്തുകൂടെ നിൽക്കുമായിരുന്നു കുറേ നേരം. ഇപ്പോൾ 4:15 ഇപ്പോൾ മൂപ്പരുടെ കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. കുറേ ഒരു 2 കൊല്ലം കൂടി കാണുകയാണ് ഞങ്ങൾ. ഒരാൾ വിട്ടുപോയടാ. ഇല്ല അടുത്തല്ലേ, ക്യാമറ നോക്കിയപ്പോൾ കുറേ ദൂരം പോലെ. അപ്പോൾ നീ മൂപ്പരെ കുറേ പിടിച്ചാൽ മതി കേട്ടോ. അപ്പോൾ എല്ലാവരുടെ നിന്ന് തിരിയാനുള്ള വഴിയും നിനക്ക് മനസ്സിലാവും. എല്ലാം കറക്റ്റ്. ആർടിയിൽ എങ്ങനെ പൈസ കൊടുക്കണ്ടേ? ആർടി 200 കേട്ടോ, തമിഴ്നാട് ആർടി. പ്ലൈവുഡ് പോകണം നമുക്ക്. കുറഞ്ഞൂൻ്റെ മാസ് ഓവർടേക്കിംഗ് ആണ് ഇനി നടക്കാൻ പോണത്. അല്ല, അതിൻ്റെ ഒന്നിനെ വെട്ടി, രണ്ടിനെ വെട്ടിക്കൊണ്ടിരിക്കുന്നു. 2നെയും വെട്ടി. മമ്മാലിക്കാനെ വെട്ടണ്ട, പിന്നെ നമുക്ക് വഴി അറിയൂല. കോയമ്പത്തൂർ എല്ലാം റോഡിൽ ചായ കുടിക്കാം. എവിടെ നിർത്തിയാണ്? ബേക്കറി 24 hours ആണ്. ഞാൻ കൊടുക്കാൻ വേണ്ടിയ പൈസ അവൻ വേണ്ട. നമ്മുടെ മമ്മാലിക്ക 2 കൊല്ലം മുന്നേ കണ്ടത്, പിന്നെ ഇപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. പിന്നെ ഞങ്ങൾ മംഗലാപുരത്ത് സ്ഥിരം ഞങ്ങൾ പോകുമ്പോൾ അവിടുന്ന് ഫുഡൊക്കെ ഉണ്ടാക്കി വെച്ച് കഴിക്കും. ഭയങ്കര സംഭവം. ഇനി മമ്മാലിക്കാനെ കോരിയടിക്കാൻ പോവാണ്. മമ്മാലിക്ക കുറേ നേരമായിട്ട് ഇവനെ പറ്റിച്ചോണ്ടിരിക്കുകയായിരുന്നു. അമ്മാലിക്ക പപ്പടമില്ല അല്ലേ? ഞങ്ങളെങ്ങനെയാ അമ്മാലിക്ക ഭയങ്കര ഇട്ടാ. ഞങ്ങൾ മംഗലാപുരം ചെന്നാൽ തലപ്പാടി എന്നാൽ പിന്നെ കോഴി വെക്കലും പരിപാടി രാജുവേട്ടൻ്റെ ഓഫീസിനവിടെ പോയിട്ട് ഫുള്ള്. അത് 1 കിലോ 2 കിലോ കോഴിയുടെ പരിപാടിയൊന്നുമില്ല. 2 കോഴി 3 കോഴിയൊക്കെ നാടൻ കോഴി പറ്റുള്ളൂ. എടാ മൂപ്പര് അട്ടി ചെറുതായിട്ടൊന്ന് നീങ്ങിയിട്ടുണ്ടോ അല്ലേ വലത്തോട്ടല്ലേ? ചുമ്മാ കെട്ടിട്ടുള്ളേ. നമ്മൾ ഇത്ര കെട്ടിട്ട് നമ്മുടെ ഇത് അണിയിട്ടുണ്ടോ നോക്ക്. ഇനി ഇവിടുന്ന് വലത്തോട്ട് എല്ലാൻ്റെയും നമ്മൾ വലത്തോട്ട് നമ്മൾ തിരിയാൻ പോവാണ്. ഇവിടെ കരൂർ റോഡ്, പല്ലടം, അതുപോലെ തന്നെ കാങ്കയം, കരൂരൊക്കെ ഇങ്ങനെയാണ് പോകണത്. ഭാഗം നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. ഞാനും ഉറങ്ങില്ല, അല്ലെങ്കിൽ വേണമെങ്കിൽ ഞാൻ വിട്ടുകൊടുത്തേനെ. നീ ഇതെടുക്കരുത്. ഇനിയിപ്പോൾ ഇത്ര ദൂരമല്ലേ ഉള്ളൂ. വരുന്നുണ്ട് അവരൊക്കെ പഴയ ആൾക്കാർ. അവർക്ക് പിന്നെയും കുറച്ച് ഉറക്കം പിടിച്ച് നിർത്താൻ പറ്റും. നമ്മളൊക്കെ ഇരുന്ന് വിഷമം പറയും. ഇതിപ്പോൾ ഉറക്കം പോയി ചായ പിടിച്ചില്ല. കടുപ്പമുള്ള ചായ അല്ലേ?
ഇപ്പോൾ പാർട്ടി രാവിലെ പാർട്ടിയുടെ നമ്പർ നമ്മുടെ ബില്ലിൻ്റെ പുറകെ എഴുതി തന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊന്നും ഞങ്ങൾ വിളിച്ചില്ല. അപ്പോഴേക്കും ഇവിടെ നമ്മുടെ കോഴിക്കോടുള്ള പാർട്ടീനെ അവർ ഇവിടുത്തെ ആൾ തമിഴ്നാട്ടിലെ ആൾ വിളിച്ചിട്ട് ഞങ്ങളോട് വിളിക്കാൻ പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ വിളിച്ചപ്പോൾ വേഗം വരാൻ പറഞ്ഞു. അപ്പോൾ നേരത്തെ ഇറക്കി കിട്ടുമായിരിക്കും വിചാരിക്കുന്നു. എന്തായാലും പോയി നോക്കാം. നേരത്തെ ഇറക്കി കിട്ടുവാണെങ്കിൽ ലോഡ് കയറ്റാം, ഇല്ലെന്നുണ്ടെങ്കിൽ പിന്നെ നാളെയൊക്കെ എന്തെങ്കിലുമൊക്കെ ലോഡ് കയറ്റാൻ പറ്റുള്ളൂ. നേരം പരപരാന്ന് തമിഴ്നാട്ടിൽ വെളുക്കാൻ തുടങ്ങി. സമയം ഇവിടെ സമയം 5:43. 5:45 ആയപ്പോഴേക്കും ഇവിടെയൊക്കെ അത്യാവശ്യം എല്ലാം വെട്ടം വെളിച്ചം വരാൻ തുടങ്ങിയിട്ടുണ്ട്. മയക്കാൻ്റെ അട്ടിയൊക്കെ ഒന്ന് പുറത്തോട്ടൊന്ന് ചെറിയുന്നുണ്ട് ചെറുതായിട്ട് അല്ലേ. മയക്കാനെ നമ്മൾ നോക്കി നിൽക്കാൻ നിൽക്കുന്നില്ല, നമ്മൾ വേഗം പോവുക. നേരമൊക്കെ എടുത്തപ്പോഴേക്കും കണ്ടമാനം വണ്ടിയായി. ഈ സമയത്തിന് ഉള്ളിൽ കവർ ചെയ്യണമെന്ന് വിചാരിച്ചു. നമ്മൾ അമ്മാലിക്കാനെ കണ്ട് വർത്താനം പറഞ്ഞിട്ടുണ്ടല്ലോ. അതോ ഇപ്പൊ നമ്മള് കാങ്കയൊക്കെ എത്തിയാനെ. പാലക്കാട് കുറച്ച് നേരം നോക്കിയിരുന്നു, പിന്നെ വാളയാറ് നിന്നു. കഴിഞ്ഞൊരു വീഡിയോയിൽ ഞാൻ വണ്ടിയുടെ വാടകയുടെ ഡീറ്റെയിലും പിന്നെ അതിൽ ബാലൻസ്, വണ്ടിക്ക് ആ ട്രിപ്പിൽ എത്ര ബാലൻസ് നമുക്ക് കിട്ടുന്നത്, വണ്ടിക്ക് ബാലൻസ് എത്രയാണ്, തൊഴിലാളിക്ക് എത്ര എന്നുള്ള ലെവലിൽ അതിൻ്റെ കണക്ക് വർദ്ധിച്ച് പറയാമെന്ന് പറഞ്ഞിട്ട് പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അതിപ്പോൾ ഒരാൾ കമൻറ്റിൽ വേറെ വായി ഇങ്ങനെ ചോദിച്ചായിരുന്നു എന്തേ പറയാമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞില്ല എന്ന്. അപ്പോൾ ഞാനത് പറയാം. ഈ ലോഡിൻ്റെ ഞാൻ പറയുന്നുണ്ട്. ഒരു 12 രൂപ 13 രൂപ ഡീസൽ അവിടെ നിന്ന് ഇങ്ങോട്ട് വേണ്ടി വരുമെന്ന് വിചാരിച്ചു. പക്ഷേ അവിടുന്ന് ഒരു 10,000 രൂപയ്ക്കാണ് 10,100 അടിച്ചു. അവിടെ ലോക്കൽ കയറ്റാൻ പോകുന്നതിൽ 5,000, അപ്പോൾ 15,100 പക്ഷേ ഈ പറഞ്ഞ 15,100 ഡീസലിൻ്റെ ആവശ്യമില്ല. കാരണം ഇപ്പോഴും വണ്ടിക്കകത്തൊരു 75 ലിറ്റർ 80 ലിറ്റർ അടുത്ത് ഡീസൽ കാണിക്കുന്നുണ്ട്. ഇനി കൂടി പോയി 1 മണിക്കൂർ യാത്രയേ ഉള്ളൂ. ഒരു 10-15 ലിറ്റർ ഡീസലേ ചിലവാകുള്ളൂ. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മൂട്ടിലൊന്ന് മുടിച്ചു പിടിക്കുന്നതാ അപ്പോൾ അങ്ങനെ വരുവാണെങ്കിൽ ഒരു 13 രൂപയുടെയൊക്കെ ഡീസൽ തന്നെ നമുക്ക് ഒരു ആവറേജ് നമുക്ക് മൊത്തം നമുക്ക് വരുള്ളൂ. 12,500 13 രൂപ. അത് അവിടെ അത്രയും കൂടെ നമ്മൾ ഓടിയിട്ടില്ലായിരുന്നെങ്കിൽ നോർമലി ഒരു 3, 4, 5 കടയിൽ നിന്നൊക്കെ നമ്മൾ ലോഡ് കയറ്റുന്നെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 10,500 11 രൂപയുടെ എണ്ണയും കൊണ്ട് നമുക്ക് ഡീസലും കൊണ്ട് നമുക്ക് ഈ ലോഡ് ഇറക്കാം. അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ 1,050 രൂപ വെച്ച് ടെണ്ണിന് വാടക. ഒരു 24 ടണ്ണ് 23,800 തൂക്കം. 24 ടണ്ണാകുമ്പോൾ ആ വാടക ഒന്ന് വിളിച്ച് നോക്കിയാൽ ആവറേജ് നമുക്കൊരു 10 രൂപ നമുക്ക് എങ്ങനെ വിളിച്ചാലും നമുക്ക് വണ്ടിക്ക് ബാലൻസ് ആവും ഈ ഒരു ട്രിപ്പിൽ. അതും കോഴിക്കോട് വന്ന് ഇറക്കിയിട്ട് നമ്മൾ കോഴിക്കോട് തന്നെ കയറ്റിയിട്ടുണ്ട്. സാധാരണ ഞങ്ങൾ അവിടെ അങ്ങനെ ലോഡ് അങ്ങനെ ഇഷ്ടം നിൽക്കാറില്ല, നേരെ ഇങ്ങോട്ട് കാലി വരില്ല. അപ്പോൾ ഇങ്ങോട്ട് വരുന്ന ഒരു 3,000 രൂപ 4,500 രൂപ ഡീസൽ നമുക്ക് അതിന് മുന്നേ വന്ന ലോഡിൽ നിന്ന് നമുക്ക് മൈനസ് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് നഷ്ടമാണ്. അപ്പോൾ മാക്സിമം നമ്മൾ വണ്ടി കാലി ഓടാതിരിക്കാൻ നോക്കുക. അവിടുന്ന് ലോഡ് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യുക. ഇപ്പോൾ ആർക്കെങ്കിലും വല്ല ബുക്കിംഗ് ഓഫീസുകളുടെയോ എന്തെങ്കിലും നമ്പർ വേണം കേരളത്തിൽ ഇനി എവിടെയുള്ള നമ്പറാണെന്നുണ്ടെങ്കിലും കർണാടകയാണെങ്കിലും ആന്ധ്രയാണെങ്കിലും ഒക്കെ
ആർക്കെങ്കിലും നമ്പറോ കോൺടാക്റ്റുകളൊന്നും ഇല്ലാത്ത ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ പറയുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നമ്പർ തരുന്നതായിരിക്കും. മാക്സിമം എല്ലാം നല്ല നല്ല ഒരുപാട് ഓഫീസുകളായിട്ടുള്ള കോൺടാക്റ്റുകളുണ്ട്. 12 കൊല്ലമായി ഈ ഒരു ഫീൽഡ്. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇപ്പോൾ ലോഡൊന്നും ഇല്ലാണ്ട് വല്ല ബുദ്ധിമുട്ടുന്ന ആൾക്കാരെ കൊണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തേങ്ങയുടെ ലോഡ് അന്വേഷിച്ചോ. ഈ സമയത്തൊക്കെ നല്ല ലോഡാണ്. ഇപ്പോൾ കോഴിക്കോടൊക്കെ എന്ന് പറഞ്ഞാൽ ഇന്നലെ എന്നൊക്കെ പറഞ്ഞാൽ ഒരു ദിവസം തന്നെ ആ ഒരു പാർട്ടിക്ക്, നമ്മുടെ വീട്ടിലെ പാർട്ടിക്കൊക്കെ ഒരു 10 വണ്ടിയെങ്കിലും ഉണ്ടാവുമായിരിക്കും. വണ്ടികളൊന്നും വെയിറ്റിങ്ങാണ്, അത്രയും തേങ്ങയ്ക്ക് ലോഡുണ്ട്. അവർ 900 രൂപ 950 രൂപയൊക്കെ ആയിരുന്നു അവർ വാടക കൊടുക്കും. ഇപ്പോൾ വണ്ടി കിട്ടാനുള്ളത് നമുക്ക് 1050 രൂപ തന്നെ. അപ്പോൾ അവർ വേറെ വണ്ടി ഉണ്ടോ എന്ന് ചോദിച്ചായിരുന്നു. 1000 രൂപ 950 രൂപ ഇല്ല, ഈ വാടകയാണെങ്കിൽ നോക്കാമെന്ന് പറഞ്ഞപ്പോൾ എന്നാൽ വിടുക എന്നുള്ള ലെവലിൽ വരെ പറയുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം തേങ്ങ ഓട്ടം ഉണ്ട്. തിരിച്ചു വന്നാൽ കുറച്ച് കോഴിത്തീറ്റയൊക്കെ നമുക്ക് കയറ്റാം. ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം കൂടെ ആൾട്ടാവും. കാരണം വെച്ചാൽ ഈ ബാങ്കിൽ പൈസ അടയ്ക്കാനുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. അത് ഒക്കെ മാറുന്നേ ഉള്ളൂ. അതും കൂടെ എല്ലാം ക്ലിയർ ആകുകയാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ലോഡ് ഉണ്ടാവും. മറ്റേ എങ്ങനെ കളിച്ചാൽ ഒരു 3-4 ദിവസത്തെ പരിപാടി ഒരു 10-18 രൂപ അല്ലെങ്കിൽ ഒരു 20 രൂപ ഒക്കെ നമുക്ക് അടുത്ത് നമുക്ക് ബാലൻസ് കിട്ടും. ഒരു 4 ദിവസം പരിപാടി. പിന്നെ ഇപ്പം നെല്ലാവുന്നുണ്ട്. ഇവിടുന്ന് മൈസൂരിൽ നിന്ന് നെല്ലാവുന്നുണ്ട്. അതും ഇപ്പോൾ അവിടെ സീസണാണ്. അത്യാവശ്യം ഇപ്പോൾ നെല്ലൊക്കെ എടുക്കാൻ പോകുന്നുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ കോഴിത്തീറ്റ അല്ലെങ്കിൽ നമ്മുടെ ലോഡുണ്ട്, ഞാൻ തന്നെ എടുക്കുന്ന ലോഡുണ്ട്, സിമെൻറ്റ് ഞാൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഇന്ന് ഇറക്കിയിട്ട് തന്നെ കയറ്റി ഞങ്ങൾ പോരും. എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നേരെ മൈസൂർക്കും ഇങ്ങോട്ട് കാലി പോകുന്നതിനുള്ള വകുപ്പൊന്നുമില്ല. പക്ഷേ മൈലേജൊക്കെ ഒപ്പിച്ച് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ മൈസൂർ പോയാൽ അവിടുന്ന് ഇപ്പോൾ നേരെ കാലടിക്ക് നമുക്ക് കയറ്റുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ ഉണ്ട്. എല്ലാവരും പറ്റിയിപ്പോൾ ലോഡൊന്നും ഇല്ലാണ്ട് എല്ലാവരൊക്കെ ഒന്ന് വിളിച്ച് അന്വേഷിച്ചിട്ട് എല്ലാവരും ഒന്ന് പോകുന്നത് നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും നമ്പറോ അല്ലെങ്കിൽ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ വിളിച്ചാൽ, അല്ലെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നമ്പറൊക്കെ ഞാൻ അയച്ചു തരാം. ഇപ്പോൾ നമ്മൾ കാങ്കയം കഴിഞ്ഞു. കാങ്കയല്ല, പല്ലടം കഴിഞ്ഞ് ഇങ്ങനെ പോകും. ഇനി അടുത്ത കാങ്കയത്തിനാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പം 6:20 ഒരു 7:20 മുന്നേ 7 മണിയൊക്കെ ആകുമ്പോഴേക്കും അങ്ങ് എത്തും. കാറ്റ് വേഞ്ചെല്ലാം പറഞ്ഞിട്ടുണ്ട്. നോക്കാൻ ഇറക്കി കിട്ടുക. ഈ നേരത്തൊക്കെ വന്നാൽ നമുക്ക് ഉച്ചയ്ക്ക് മുന്നേ നമുക്ക് ഇറക്കി വിടാൻ പറ്റും. അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ പകല് ഇവന്മാർ അധികം ഇറക്കത്തില്ല. ഉച്ചയ്ക്ക് പിന്നെ ഉച്ച കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒരു 5 മണിക്ക് ശേഷമൊക്കെ അവന്മാർ ഇറക്കാൻ പിടിക്കുകയുള്ളൂ വണ്ടികൾ. നമ്മൾ കാങ്കയത്തെത്തി. 7 മണിക്ക് 6:55 എത്തി. വേഗം നല്ല റോഡൊക്കെ ആയിരുന്നുകൊണ്ട് 6:55 എത്തി. അവിടെ 5 മിനിറ്റ് ഇവിടെ നിൽക്കുക. ഇപ്പോൾ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി എന്തോ ആവുമെന്ന് ആർക്കറിയാം. വിളിച്ചാൽ ഇപ്പോൾ വിളിക്കുകയാണെങ്കിൽ നേരത്തെ കൊണ്ട് ഇറക്കാമില്ലെന്നുണ്ട്. ചിലപ്പോൾ വൈകുന്നേരം ആവും.